പ്രൈസ് ലോർഡ്. ഞങ്ങളുടെ ഫാമിലി ടൈമിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ളവരും പ്രാവശ്യത്തോട് വെൽക്കം ചെയ്യുകയാണ്. പ്രത്യേകമായിട്ട് ഇന്ന് ഞങ്ങൾ ഫാമിലി ടൈം ചെയ്യുന്നത് ഞങ്ങളുടെ ചർച്ചിലെ ഒരു മോൻ്റെ പ്രയർ റിക്വസ്റ്റ് പറയാനാണ്. നിങ്ങൾ കേൾക്കുന്ന ചിലർക്കെങ്കിലും അതിനെപ്പറ്റി അറിവുണ്ടായിരിക്കും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ പ്രയർ റിക്വസ്റ്റ് പല ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് ഞങ്ങളിത് ഷെയർ ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ സൺഡേ ഞാൻ ആരാധനയുടെ നടുവിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ചർച്ചിലൊരു മോൻ ഹോസ്പിറ്റലിലായിരുന്നു. അവന് വിടുതൽ കിട്ടി, അവന് തിരിച്ച് വീട്ടിൽ വന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഞായറാഴ്ച രാത്രിയായപ്പോൾ അവൻ പിന്നെയും കൊളാപ്സായി. അവനെ രണ്ടാമതൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ ഹോസ്പിറ്റലിൽ അവനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പര്യാപ്തമല്ലെന്ന് തോന്നിയത് കൊണ്ട് മറ്റൊരു അല്പം കൂടെ ഫെസിലിറ്റീസ് ഉള്ളൊരു ഹോസ്പിറ്റലിലേക്ക്, ഒരു വലിയ ഹോസ്പിറ്റലിലേക്ക്, മുംബൈയിലെ ഒരു വൊക്കാഡ് ഹോസ്പിറ്റൽ എന്ന് പറയും, ആ ഹോസ്പിറ്റലിലേക്ക് അവനെ ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ട് വന്നു. അവൻ്റെ മോൻ്റെ പേര് സമർപ്പൺ ഗുപ്ത എന്നാണ്. 16 വയസ്സുള്ളൊരു മോനാണ്. വർഷങ്ങളായിട്ട് വിശ്വാസത്തിലുള്ള കുടുംബമാണ്. അവൻ ജനിക്കുന്നതിൻ്റെ വിശ്വാസത്തിലാണെന്ന് പറയാം. അവനെ ജനിക്കുന്നതിന് മുമ്പ് മാതാപിതാക്കൾ വിശ്വാസത്തിൽ വന്ന കുടുംബമാണ്. കുറേ നാളുകൾക്ക് മുമ്പ് നമ്മുടെ ചർച്ചിലേക്ക് അവർ വന്നു. അവർ മറ്റൊരു സ്ഥലത്ത് താമസിച്ചിരുന്നവരാണ്. എന്നാൽ ഞങ്ങൾക്ക് ചർച്ചുള്ള മീരാ റോഡിലേക്ക് അവർ താമസം മാറ്റിയപ്പോൾ ആ സമയം മുതൽ ഒരു 2-3 വർഷം കൊണ്ട് നമ്മുടെ ചർച്ചിൽ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഒരു കുടുംബം. ഈ മോൻ സ്നാനപ്പെട്ടത് നമ്മുടെ ചർച്ചിലാണ്. ഞാനാണ് അവനെ സ്നാനപ്പെടുത്തിയത്. അതുപോലെ തന്നെ നമ്മുടെ മീഡിയ ടീമിൻ്റെ ഭാഗമാണ്. വളരെ ആക്റ്റീവായിട്ട് യൂത്ത് ടീമിലൊക്കെ ഉണ്ടായിരുന്ന മോനാണ്. എന്നാൽ വളരെ സങ്കടകരമായ ഒരു കാര്യം, പെട്ടെന്ന് അവന് മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയർ ഉണ്ടാകാനിടയായി തീർന്നു. എന്താ അതിൻ്റെ കാരണമെന്ന് ഡോക്ടർമാർക്ക് പോലും മനസ്സിലാകുന്നില്ല. ഇപ്പോൾ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഡോക്ടർമാർ ഒരു ചാൻസും പറയുന്നില്ല. അവൻ്റെ ലിവർ കംപ്ലീറ്റ് ഡാമേജായി, അവൻ്റെ കിഡ്നി വർക്ക് ചെയ്യുന്നില്ല, അവൻ്റെ ലങ്സിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത്. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് 8000 വളരെ ലോ ആയി മാറി. അതുപോലെ തന്നെ ഒത്തിരി പ്രശ്നങ്ങൾ, അവൻ്റെ ശരീരത്തിലെ ബ്ലഡിൻ്റെ ഇൻഫെക്ഷൻ്റെ ഒക്കെ കൗണ്ട് എന്ന് പറഞ്ഞാൽ 250-ലധികം CRP എന്ന് പറയും അല്ലേ, ശരീരം മുഴുവൻ യെല്ലോ കളറായി. അങ്ങനെ വളരെ ഡേഞ്ചറസ് ആയിട്ടൊരു കണ്ടീഷനിലാണ്. ഈ മോനെ ഇടയ്ക്കിടയ്ക്കൊക്കെ പനി വരുമായിരുന്നു. ഒരാഴ്ച മുമ്പ് പനി ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ലൂസ് മോഷനും ഛർദിലും ഒക്കെ തുടങ്ങി. ലൂസ് മോഷനും ഛർദിലും കൂടിയപ്പോൾ തന്നെ അവരൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്നാൽ ഒരു സത്യം മനസ്സിലാക്കണം, ഈ പാവങ്ങളായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് വലിയ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവർ പെട്ടെന്ന് ഏതെങ്കിലും ഒരു ക്ലിനിക്കിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെയാണ് കൊണ്ടുവന്നത്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പക്ഷേ അവർക്കത് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയില്ല. രാത്രി തന്നെ മറ്റൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിട്ടതാണ്. അങ്ങനെയാണ് ഞാൻ ചർച്ചിൽ പറഞ്ഞത്, അവന് കുഴപ്പമൊന്നുമില്ല എന്ന് കേട്ടു, ദൈവനെ വിടുവിച്ചെന്നൊക്കെ ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവർക്കാർക്കും കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് അവരെ കൊണ്ടുപോയത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ, ഒരു ചെറിയ ഹോസ്പിറ്റലായിരുന്നു. അവിടെ ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് അവന് കിട്ടിയില്ല. എന്താ അവന് സംഭവിക്കുന്നതെന്ന് അവർക്കും മനസ്സിലായില്ല. എന്തായാലും അവനെ ഷിഫ്റ്റ് ചെയ്ത് വൊക്കാഡ് ഹോസ്പിറ്റലിൽ കൊണ്ട് നമ്മൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അറിഞ്ഞു അവൻ്റെ മൾട്ടിപ്പിൾ ഓർഗൻസ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് അവരുടെ അഭിപ്രായത്തിൽ ഒരു ചാൻസുമില്ല എന്നാണ് അവർ പറയുന്നത്. ഇന്നലെ രാത്രി പറഞ്ഞത് കുഞ്ഞ് ഇന്ന് രാവിലെ നേരം വെളുപ്പിക്കത്തില്ലെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. എന്നാൽ ഞങ്ങളുടെ ചർച്ചിൽ അന്നേരം മുതൽ എല്ലാവരും കണ്ടിന്യൂസ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഈവനിങ് ഒരു 4:30 മുതൽ നമ്മുടെ ചർച്ച് ഗൂഗിൾ മീറ്റിങ്ങിൻ്റെ അകത്ത് പ്രയർ തുടങ്ങി. ഇന്ന് വരെ നമ്മുടെ ചർച്ചിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു പ്രയർ നടന്നിട്ടില്ല. കണ്ടിന്യൂസ് രാത്രി മുഴുവൻ ചർച്ച് മെമ്പേഴ്സ് ഗൂഗിൾ മീറ്റിങ്ങിലൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രാവിലെ 8:30-8:30 ആ പ്രയർ അവസാനിച്ചത്. ഏതാണ്ട് 10-16 മണിക്കൂറുകൾ കണ്ടിന്യൂസ് ചർച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്താണെങ്കിൽ ഇന്ന് രാവിലെ അറിയുന്നത് അവൻ്റെ BP ഒക്കെ സ്റ്റേബിളായിരിക്കുന്നു. അവനിപ്പോൾ ഒരു സ്റ്റേബിൾ കണ്ടീഷനിലാണ്. പക്ഷേ സെഡേഷൻ കൊടുത്ത് മയക്കിയിരിക്കുകയാണ്. അവൻ വെൻറ്റിലേറ്ററിലാണ്. അവന് CRRT എന്ന് പറയും, അതായത് ബ്ലഡ് ശുദ്ധീകരിക്കാനുള്ള ഒരു അഡ്വാൻസ് കൈൻഡ് ഓഫ് ഡയാലിസിസ് ആണ്. വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. അത് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു വലിയ മിറക്കിൾ. ഞാൻ ഇന്നലെ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു സാധ്യതയുമില്ല അവൻ്റെ
ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരും, കിഡ്നി ഫെയിലായിരിക്കുന്നു എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോക്ടർ നിങ്ങൾക്ക് അറിയാവുന്ന ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്യുക, ഞങ്ങൾ മുഴുവൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞു, വി ബിലീവ് ഇൻ മിറക്കിൾസ്, ഞങ്ങൾ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇവിടെയും ഒരു അത്ഭുതം സംഭവിക്കുന്നു. ഞാൻ ഡോക്ടറോട് ഒരു വിശ്വാസത്തോടുകൂടെ ഡിക്ലെയർ ചെയ്തിട്ട് ആണ് ഞാൻ ഇന്നലെ ഡോക്ടറുടെ റൂമിൽ നിന്ന് വെളിയിൽ വന്നത്. അവന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നു. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ സാൻഡി മുമ്പ് പറഞ്ഞതുപോലെ ഒത്തിരി ഗ്രൂപ്പുകളിൽ ഈ മോൻ്റെ രോഗവിവരം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ സമർപ്പൺ ഗുപ്ത എന്ന് പറയുന്ന ഈ മോന് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ യു പിക്കാരായുള്ള ഒരു ഫാമിലിയാണ്, യു പിയിൽ നിന്ന് ബോംബെ വന്ന് താമസിക്കുന്ന ഫാമിലിയാണ്. അവർ ദൈവസഭയുടെ ഭാഗമായിട്ട് ആരാധിക്കുന്നു. ഞങ്ങളുടെ ചർച്ച് മെമ്പേഴ്സാണ്. എല്ലാവരുടെയും പ്രാർത്ഥന ആരംഭത്തിൽ തന്നെ ചോദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കഴിഞ്ഞ 2 ദിവസം തിങ്കളാഴ്ചയും ഇന്നും ഒക്കെ നമ്മുടെ പ്രോഗ്രാംസ് ഒന്നും നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. റെക്കോർഡിങ്ങൊക്കെ മാറ്റിവെക്കേണ്ടി വന്നു. അതുപോലെ മറ്റ് പല നമ്മുടെ റെക്കോർഡിങ്സും മുടങ്ങിപ്പോകാനിടയായി തീർന്നു. ആസാദിയിലൂടെയുള്ള ഇന്നലത്തെ വി വിറ്റ്നസിൻ്റെ പ്രോഗ്രാം ഒന്നും നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, പക്ഷേ അത് അപ്ലോഡ് ചെയ്യാനും ഒന്നും നമുക്ക് സമയം കിട്ടില്ല. ഇന്ന് ഈവനിങ്ങിൽ നമ്മുടെ റെക്കോർഡഡ് പ്രോഗ്രാംസൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. വളരെയധികം വലിയൊരു ക്രൈസിസിലൂടെയാണ് ചർച്ചും ഞങ്ങളുടെ ഫാമിലിയും ഒക്കെ കടന്നു പോകുന്നത്. ഈ കുഞ്ഞിനെയാണെങ്കിൽ ചർച്ചിൽ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. എല്ലാവരും ഒരു മകനെ പോലെ കാണുന്ന ഒരു മോനാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കുഞ്ഞാണ്. പ്രത്യേകിച്ചും ഞങ്ങളുടെ ഡോണാമോക്കും മൂത്ത ചർച്ചിലെ ചേച്ചിമാർക്കൊക്കെ ഒരു കുഞ്ഞനുജനെ പോലെ അവരെല്ലാം കൊണ്ടു നടക്കുന്നൊരു മോനാണ്. എപ്പോഴും നമ്മുടെ കൂടെ, വീട്ടിലാണെങ്കിലും ചർച്ചിലാണെങ്കിലും. ഞങ്ങളുടെ ചർച്ച് അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, അവൻ്റെ ഫാമിലിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചർച്ചിൻ്റെ അകത്തൊരു ക്രൗഡ് ഫണ്ടിങ് നടത്തി ഞങ്ങളാൽ കഴിയുന്ന ഒരു നല്ല തുക നമ്മൾ റേസ് ചെയ്തു. പക്ഷേ നമുക്കറിയാമല്ലോ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ, പ്രത്യേകിച്ചും ബോംബെയിലൊക്കെ വലിയ ഹോസ്പിറ്റലുകളിലെ ചാർജ് സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് അഫോർഡബിൾ അല്ല. ഇന്നലെ ഈ CRRTക്ക് 1.5 ലക്ഷം രൂപ ചിലവാകുമെന്ന് പറഞ്ഞ് അവനെ അഡ്മിറ്റ് ചെയ്തത്. പക്ഷേ രാത്രിയായപ്പോൾ ഈ ഒരു CRRT തുടങ്ങുന്നതിന് മുമ്പ് അവർ പെട്ടെന്ന് പറഞ്ഞു 5 ലക്ഷം രൂപ അടയ്ക്കണം, 5 ലക്ഷം രൂപ അടയ്ക്കണം, കാരണം എങ്കിൽ മാത്രമേ CRRTക്ക് അപ്രൂവൽ കൊടുക്കത്തുള്ളൂ എന്ന് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു. നമ്മുടെ ആ സിറ്റുവേഷനെ അവരങ്ങ് ശരിക്കും ഉപയോഗിക്കുകയാണ്. അപ്പോൾ 5 ലക്ഷം രൂപ രാത്രി 11 മണിക്കാണ് പറയുന്നത്. അതെവിടെ നിന്ന് പെട്ടെന്ന് അറേഞ്ച് ചെയ്യും? അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ സഭയിലെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, ആ ഫാമിലി ഉണ്ടായിരുന്നു, അവർക്ക് ഒത്തിരി കഷ്ടപ്പെട്ടു. രാത്രി പൈസ അറേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടി. പിന്നെ അവരോട് റിക്വസ്റ്റൊക്കെ ചെയ്തിട്ട് അവസാനം അവർ പറഞ്ഞു ഇപ്പം 2 ലക്ഷം രൂപ അടയ്ക്കണം, നാളെ രാവിലെ ബാക്കി തുക അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞു. നമ്മളെന്തായാലും രാത്രിയിൽ തന്നെ ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പൈസ അടച്ചു കഴിഞ്ഞാൽ അവർ ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് അവരെ കുറ്റം പറയാനൊക്കത്തില്ല, കാരണം ക്രിട്ടിക്കലായിട്ടുള്ള പേഷ്യൻസ് വരുമ്പോൾ അവർ ആദ്യമേ പൈസ വാങ്ങിക്കും. കാരണം ഈ ക്രിട്ടിക്കൽ പേഷ്യൻസ് അല്ലേ, നാളെ ഈ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ മാറി എങ്ങാണ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരുടെ പേയ്മെൻറ്റ് കിട്ടാതിരുന്നാൽ എന്നൊക്കെയുള്ള ഭയം കൊണ്ടായിരിക്കും. എനിവേ, നമ്മൾ അതിനൊന്നും കുറ്റം പറയുന്നില്ല. ഈ ലോകം അങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. നമുക്കത് വലിയ പ്രഷറും ഭാരമൊക്കെ ആയി തീർന്നു. എനിവേ, ഞാൻ പറഞ്ഞു വരുന്നത്, ആസാദിയുടെ പ്രേക്ഷകർ ഈ കുടുംബത്തോട് കൂട്ടായ്മ കാണിക്കണമെന്ന് ഞങ്ങൾ ഈ സമയത്ത് അപേക്ഷിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, നേരത്തെ നമ്മൾ ഒരു പ്രാവശ്യം കൂട്ടായ്മ എന്ന പേരിൽ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. ഒരു മോടെ കിഡ്നി ട്രാൻസ്പ്ലാന്റിന് വേണ്ടി അപേക്ഷിച്ചിരുന്നു. അന്ന് അനേക ദൈവമക്കൾ ഹെൽപ്പ് ചെയ്തു. നിമിത്തം ആ മോളുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടന്നു. നമ്മുടെ ചാനലിൽ കൂടെ തന്നെ വന്ന് സാക്ഷ്യം പറഞ്ഞു. ഇവർ യു പിക്കാരായതുകൊണ്ട് അവർക്ക് മലയാളം അറിയത്തില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടും വന്ന് അവർക്ക് വേണ്ടി പറയുന്നത്. അതെ, ഇനിയും പിന്നത്തേതിൽ അവരെ ഫാമിലി വലിയ സങ്കടത്തിലൂടെ പോവുകയാണ്. പിന്നത്തിൽ അവരെ നമ്മുടെ ഒരു സെഷനിൽ കൊണ്ടുവന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താണെങ്കിൽ അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആ മോന് വിടുതൽ പ്രാപിക്കുക, അവനെയും കൊണ്ട് വന്ന് ഒരു ജീവിതാനുഭവം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ട്രീറ്റ്മെൻറ്റും ഒക്കെ വലിയ ഹെവി, ഒരു ദിവസം 3 ലക്ഷത്തിലധികം രൂപ ചിലവ് വരുന്ന, 3 ദിവസത്തേക്ക് അവർ 8-9 ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ് തന്നിരിക്കുന്നത്. വലിയ ചിലവ് വരുന്ന ഒരു ഹോസ്പിറ്റലാണ്, ട്രീറ്റ്മെൻറ്റാണ്. ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നാണ് ഇപ്പോഴും ഡോക്ടർ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ വിശ്വസിക്കുന്നത് അതില്ലാതെ തന്നെ ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവമക്കളെല്ലാം പ്രാർത്ഥിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ ആ മോൻ്റെ മാതാപിതാക്കളുടെ അക്കൗണ്ട് നമ്പർ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങളാൽ കഴിയുന്ന ഒരു ഹെൽപ്പ് ആ കുടുംബത്തിന് ചെയ്യണം. കാരണം അവർക്കത് വലിയ ആവശ്യമാണ്. ഞങ്ങളുടെ ചർച്ചിൻ്റെ പാർട്ടിയിൽ നിന്ന് ഞങ്ങൾ സഹകരിക്കാവുന്നതിൻ്റെ മാക്സിമം
വിശ്വാസികൾ സഹകരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതുകൊണ്ടൊന്നും ആകില്ല. നമുക്കറിയാലോ, ട്രാൻസ്പ്ലാന്റ് ഒക്കെ വരികയാണെങ്കിൽ അതൊക്കെ വലിയ നമുക്കൊക്കെ ഊഹിക്കാവുന്നതിൽ അപ്പുറമാകുന്ന ചിലവുകളാണ്. അതിന് ഡോണർ റെഡിയാകണം. ഒത്തിരി കാര്യങ്ങളാണ്. പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കുമായിട്ട് ഈ വിഷയങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ വെക്കുന്നു. ഈ കൂട്ടത്തിലൊരു കാര്യം കൂടെ ഞങ്ങൾ പറയുന്നു. ആസാദി TV-യെ പണ്ട് മുതൽ പരിചയപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും അറിയാം, ഞങ്ങൾ ഇന്ന് വരെ ഞങ്ങളുടെ വ്യക്തിപരമായ സാമ്പത്തിക ആവശ്യങ്ങൾ ആരോടും ഷെയർ ചെയ്തിട്ടില്ല. അത് ഞങ്ങളുടെ വ്യക്തിപരമായ തീരുമാനമാണ്. കർത്താവിനെ മാത്രം ആശ്രയിച്ച് ശുശ്രൂഷ ചെയ്യുമെന്നുള്ളത് ഞങ്ങൾ നേരത്തെ തന്നെ ഫാമിലി ടൈമിൽ ഞങ്ങളുടെ ജീവിതാനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ തീരുമാനമാണ്. അതുകൊണ്ട് ഞങ്ങൾ വ്യക്തിപരമായിട്ട് ചോദിക്കുന്ന ഒരു ആവശ്യമല്ല ഇത് ഒരു പക്ഷേ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാര്യം പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുന്നു. ഞങ്ങളുടെ ചർച്ചിലെ സമർപ്പൺ ഗുപ്ത എന്ന് പറയുന്ന ആ മോന് വേണ്ടിയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇത് ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. ഞങ്ങൾ വ്യക്തിപരമായി ഇത് സ്വീകരിക്കുകയുമില്ല. ഇന്ന് വരെ ഞങ്ങളോട് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ തരണം, ഞങ്ങൾക്ക് മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞവരോടെല്ലാം ഞങ്ങൾ സ്നേഹപൂർവ്വം നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഞങ്ങളുടെ ഒരു പോളിസിയാണ്, ഞങ്ങൾ ദൈവസന്നിധിയിലെടുത്ത തീരുമാനമാണ്. ഈ ഓൺലൈൻ മീഡിയയിലൂടെ കിട്ടുന്ന കോൺടാക്ട്സിൽ നിന്ന് ഞങ്ങൾ മിനിസ്ട്രി ഓഫറിങ്സോ സ്തോത്രകാഴ്ചയോ വാങ്ങിക്കത്തില്ല, അക്കൗണ്ട് നമ്പർ ഷെയർ ചെയ്യത്തില്ല എന്നുള്ളത് ഞങ്ങളുടെ വ്യക്തിപരമായ തീരുമാനമാണ്. അത് ആസാദിയുടെ പ്രേക്ഷകർക്ക് നന്നായിട്ടറിയാം. ആ ഒരു ധൈര്യവും ഉറപ്പും ഞങ്ങൾക്ക് ക്രിസ്തുവിലുണ്ട്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ ആ ഒരു കുടുംബത്തിൻ്റെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും തരുന്നു. നിങ്ങളെ കഴിയുന്ന ഒരു സഹായം അവർക്ക് കൊടുക്കണം. ആ സഹോദരിയുടെ ഒരു ഫോൺ നമ്പറും ഞാൻ വെക്കുന്നുണ്ട്. പക്ഷേ ഹിന്ദിക്കാരായ ഫാമിലിയാണ്. അതുകൊണ്ട് നിങ്ങൾ വിളിച്ചാൽ ഒരു പക്ഷേ ഹിന്ദി അറിയാവുന്നവർക്ക് അവരോട് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാൻ കഴിയും. ഒത്തിരി ആളുകൾ വിളിച്ചാൽ അവർക്ക് ഡിസ്റ്റർബൻസും ആയിരിക്കും. കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണല്ലോ അവർ പോകുന്നത്. എന്താണെങ്കിലും ആ നമ്പറിൽ ഒരു GPay ഉണ്ട്. പക്ഷേ GPay ചെയ്യുന്നതിൽ നിങ്ങൾ കൂടുതൽ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം GPayക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ അക്കൗണ്ട് നമ്പറിൽ നിങ്ങളുടെ ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ സഹായങ്ങൾ ആ കുടുംബത്തിന് ഒരു അനുഗ്രഹമാകും. ഇത് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റാണ്, ആദ്യമായിട്ട് ചെയ്യുന്ന റിക്വസ്റ്റ്. പ്രേക്ഷകർ ഇത് സ്വീകരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മാത്രമല്ല, ഈ വീഡിയോ മറ്റുള്ള ദൈവമക്കളുമായിട്ട് പങ്കുവെക്കണം. പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ ക്രൗഡ് ഫണ്ടിങ്ങിൻ്റെ ഒരു കൺസെപ്റ്റ് അതാണ്. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചർച്ചിൽ ഞങ്ങളുടെ ഫാമിലികൾ ചേർന്ന് എടുത്ത ഒരു ക്രൗഡ് ഫണ്ടിങ്ങിൽ ഏതാണ്ട് 1,20,000 രൂപയോളം നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ, ചർച്ചിൻ്റെ അകത്ത് തന്നെ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റി. അങ്ങനെ പലതുള്ളി പെരുവെള്ളം, ചെറിയ ചെറിയ തുകകൾ ഒന്നിച്ച് ചേരുമ്പോൾ, അതൊന്നിച്ച് വരുമ്പോൾ അവർക്കൊരു ബ്ലെസ്സിങ് ആയിട്ട് മാറും. ചില ഫാമിലി മെമ്പേഴ്സ് ഹെൽപ്പ് ചെയ്തു. അതെ, അങ്ങനെ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾ മാക്സിമം ഞങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രേക്ഷകരോടും ഞങ്ങൾ ഈ വിഷയത്തിൽ ഒരു കൂട്ടായ്മ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ കുഞ്ഞിൻ്റെ സാക്ഷ്യം നമുക്ക് കേൾക്കണം. ആ കുഞ്ഞ് ഇന്നുള്ള ആ സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരണം. ഞാൻ ലാസ്റ്റിൽ അവന് വേണ്ടി കയറി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവൻ്റെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു, പ്രാർത്ഥിച്ചു. പേര് തന്നെ സമർപ്പണം. അവൻ്റെ പേര് അങ്ങനെ അമ്മ അവൻ ഇട്ടതാണ്. കാരണം അവനെ ജനിച്ചപ്പോൾ അവർ വിശ്വാസത്തിലായിരുന്നു ഓൾറെഡി. അതുകൊണ്ട് നല്ല വ്യത്യസ്തതയുള്ള നല്ലൊരു പേര് അവന് കിട്ടിയത്, സമർപ്പണം എന്ന പേര്. അവൻ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി അവൻ സമർപ്പിക്കപ്പെടണം. അവനെ അൺകോൺഷ്യസ് ആകുന്നതിന് മുമ്പേ ഞാൻ ലാസ്റ്റിൽ അവനോട് കയറി സംസാരിക്കുമ്പോൾ ഹോസ്പിറ്റൽ ബെഡിൽ ഞാൻ അവനോട് പറഞ്ഞു, മോനെ നീ നിൻ്റെ ജീവിതം യേശുവിന് കൊടുക്കണം, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിന്നെ സമർപ്പിക്കുക, ദൈവം നിന്നെ അത്ഭുതകരമായിട്ട് സൗഖ്യമാക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങി വന്നത്. ഇപ്പോൾ അവൻ്റെ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഘട്ടത്തിൽ ആർക്കും കയറി കാണാൻ പറ്റുന്നൊരു സ്റ്റേജല്ല. അവനെ സെഡേഷനൊക്കെ കൊടുത്ത് ആക്കിയിരിക്കുകയാണ്, വെൻറ്റിലേറ്ററിലാണ്. അതോടൊപ്പം തന്നെ CRRT നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് ഒരു സിറ്റുവേഷൻ. ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കുക, മറ്റുള്ളവരുമായിട്ട് ഈ വിഷയം പങ്കുവെക്കുക. ഈ വീഡിയോ മാക്സിമം ആളുകൾ കാണണം. കാരണം ഇത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഈ വീഡിയോയ്ക്കകത്ത് നമ്മുടെ ചാനലിൽ വരുന്ന അനുഭവ സാക്ഷ്യങ്ങളോ ഒന്നുമല്ല. ഇത് ഒരു കൂട്ടായ്മ കാണിക്കാനുള്ളൊരു റിക്വസ്റ്റാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യുക, പ്രാർത്ഥിക്കുക, സഹകരിക്കുക. ഒരു കാര്യം കൂടെ പറയുകയാണ്, നിങ്ങളിൽ ആർക്കെങ്കിലും സാമ്പത്തികമായി സഹായിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും അതിന് കഴിയാതിരിക്കുന്നെങ്കിൽ വിഷമിക്കേണ്ട. പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.